ബിലീവേഴ്സ് ചർച്ച്, വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. പാലപ്പിള്ളി പിള്ളത്തോട് പാലത്തിനു സമീപം റോഡിലിറങ്ങിയ കാട്ടാനക്കൂട്ടം യാത്രക്കാർക്ക് നേരെ പാഞ്ഞെടുത്തു. ആളുകൾ ഓടിമാറിയതുമൂലം വൻ ദുരന്തം ഒഴിവായി. റോഡിൽ അമ്പ് പ്രദക്ഷിണത്തിനിടെ പൊട്ടിച്ച പടക്കം തെറിച്ച് വീണ ബൈക്കിന് തീപിടിച്ച് യുവാവിന് പൊള്ളലേറ്റു. ചാലക്കുടി പരിയാരം സ്വദേശി ശ്രീകാന്തിനാണ് പൊള്ളലേറ്റത്. എടവിലങ്ങിൽ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് നിയമനത്തെ ചൊല്ലി പൊട്ടിത്തെറി. സേവ് കോൺഗ്രസ് എന്ന പേരിൽ സമാന്തര പ്രവർത്തനവുമായി ഒരു വിഭാഗം പ്രവർത്തകർ രംഗത്ത്. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. പാലപ്പിള്ളി പിള്ളത്തോട് പാലത്തിന് സമീപം റോഡിലിറങ്ങിയ കാട്ടാനക്കൂട്ടം യാത്രക്കാർക്ക് നേരെ പാഞ്ഞെടുത്തു. ആളുകൾ ഓടിമാറിയത് മൂലം വൻ ദുരന്തം ഒഴിവായി. ഈ സമയത്ത് നിരവധി യാത്രക്കാരാണ് റോഡിൽ ഉണ്ടായിരുന്നത്. ഞായറാഴ്ച ആയതിനാൽ വിനോദസഞ്ചാരികളായിരുന്നു ഏറെയും. ഞായറാഴ്ച രാവിലെ 11 മണിയോടെയാണ് സംഭവം. തോട്ടത്തിൽ നിന്നിരുന്ന കുട്ടികൾ ഉൾപ്പെടെ 20ഓളം ആനകളാണ് റോഡിൽ ഇറങ്ങിയത്. തോട്ടത്തിൽ ആനകളെ കണ്ടതോടെ ചിമ്മിനി ഡാമിലേക്ക് എത്തിയ വിനോദസഞ്ചാരികൾ ഒന്നടങ്കം ആനകളുടെ ചിത്രം പകർത്താൻ റോഡിൽ നിൽക്കുകയായിരുന്നു. തോട്ടത്തിൽ നിന്ന് റോഡിലിറങ്ങി നിലയുറപ്പിച്ച ആനക്കൂട്ടത്തെ കണ്ടിട്ടും ആളുകൾ മാറാതെ നിൽക്കുകയായിരുന്നു. ഇതിനിടയിൽ ചില വാഹനങ്ങൾ ഹോൺ മുഴക്കിയതോടെ റോഡിന്റെ വശത്ത് നിന്നിരുന്ന ഒരു ആന യാത്രക്കാർക്ക് നേരെ പാഞ്ഞെടുക്കുകയായിരുന്നു. ഈ സമയത്ത് നിരവധി യാത്രക്കാരാണ് റോഡിൽ ഉണ്ടായിരുന്നത്. ഞായറാഴ്ച ആയതിനാൽ വിനോദസഞ്ചാരികളായിരുന്നു ഏറെയും. 2 മണിക്കൂർ പിന്നിട്ടിട്ടും ആനക്കൂട്ടം പാതയോരത്തെ തോട്ടത്തിൽ നിന്ന് മാറാതെ നിൽക്കുന്നത് ആശങ്കയ്ക്കിടയാക്കുന്നുണ്ട്. സ്ഥിരമായി ആനകൾ ഇറങ്ങുന്ന പ്രദേശമാണ് പിള്ളത്തോട് പരിസരം. ആനകളുടെ ചിത്രങ്ങൾ പകർത്തുകയോ ആനകളെ പ്രലോഭിപ്പിക്കുന്ന തരത്തിൽ വാഹനങ്ങളുടെ ഹോൺ മുഴക്കുകയോ ചെയ്യരുതെന്ന് വനപാലകർ നിർദ്ദേശിക്കുന്നുണ്ടെങ്കിലും അവയൊന്നും യാത്രക്കാർ പാലിക്കാറില്ല. തോട്ടങ്ങളിൽ നിലയുറപ്പിക്കുന്ന ആനകൾ ഏത് സമയത്തും റോട്ടിലേക്ക് ഇറങ്ങാൻ സാധ്യതയുള്ളതിനാൽ ജാഗ്രതാ മുന്നറിയിപ്പും അധികൃതർ നൽകുന്നുണ്ട്. അതേസമയം പകൽ സമയങ്ങളിൽ ആനക്കൂട്ടം റോഡിലിറങ്ങി ഭീതി പരത്തുന്നത് തടയാൻ വനപാലകരുടെ ഭാഗത്തു നിന്ന് പട്രോളിംഗ് ഉൾപ്പെടെയുള്ള മുൻകരുതലുകൾ എടുക്കണമെന്നും യാത്രക്കാർക്ക് സുഗമ സഞ്ചാരം ഒരുക്കണമെന്നുള്ള ആവശ്യവും ഉയരുന്നുണ്ട്. മീഡിയ ടൈം, വരന്തരപ്പിള്ളി. റോഡിൽ അമ്പ് പ്രദക്ഷിണത്തിനിടെ പൊട്ടിച്ച പടക്കം തെറിച്ച് വീണ ബൈക്കിന് തീപിടിച്ച് യുവാവിന് പൊള്ളലേറ്റു. ചാലക്കുടി പരിയാരം സ്വദേശി ശ്രീകാന്തിനാണ് പൊള്ളലേറ്റത്. വഴിയിലൂടെ ബൈക്കിൽ വരുന്നതിനിടെ ഓലപ്പടക്കം ബൈക്കിലേക്ക് വീണ് പൊട്ടിത്തെറിക്കുകയായിരുന്നു. ബൈക്കിൻ്റെ പെട്രോൾ ടാങ്ക് പൊട്ടിത്തെറിച്ചതാണ് അപകടത്തിന് കാരണമായത്. ചാലക്കുടി പരിയാരം അങ്ങാടി കപ്പേളയ്ക്ക് സമീപത്ത് വൈകിട്ട് 5:45ഓടെയാണ് അപകടമുണ്ടായത്. പരിയാരം സെൻറ് ജോർജ് പള്ളിയോടനുബന്ധിച്ച അമ്പു തിരുനാൾ ആഘോഷത്തിനിടെയാണ് സംഭവം. അമ്പ് കടന്നു വരുന്ന വഴിയുടെ അടുത്തുള്ള കടയിൽ നിന്ന് കോഴിയിറച്ചി വാങ്ങാനെത്തിയതായിരുന്നു ശ്രീകാന്ത്. ചിക്കൻ ഓർഡർ ചെയ്ത് ബൈക്കിൽ കാത്തിരിക്കുകയായിരുന്നു. അതിനിടെയാണ് കത്തിച്ച പടക്കം തെറിച്ച് ബൈക്കിൽ വീണ് തീ പിടിച്ചത്. തീപിടുത്തത്തിൽ ബൈക്കിൻ്റെ പെട്രോൾ ടാങ്ക് കത്തി നശിച്ചു. ശ്രീകാന്തിന് ഗുരുതരമായി പൊള്ളലേറ്റു. സമീപത്തെ കടയിലേക്കും തീ പടർന്നെങ്കിലും വേഗത്തിൽ അണച്ചു. പരിക്കേറ്റ ശ്രീകാന്തിനെ തൃശ്ശൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. ചാലക്കുടി പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. മീഡിയ ടൈം, ചാലക്കുടി. എടവിലങ്ങിൽ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് നിയമനത്തെ ചൊല്ലി പൊട്ടിത്തെറി. സേവ് കോൺഗ്രസ് എന്ന പേരിൽ സമാന്തര പ്രവർത്തനവുമായി ഒരു വിഭാഗം പ്രവർത്തകർ രംഗത്ത്. എടവിലങ്ങ കാര വ്യാപാര ഭവനിൽ ചേർന്ന സമാന്തര യോഗം പാർട്ടിയുടെ ഔദ്യോഗിക പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാനും സമാന്തര പ്രവർത്തനവുമായി മുന്നോട്ടു പോകുവാനും തീരുമാനിച്ചു. മണ്ഡലം പ്രസിഡന്റ് സ്ഥാനത്തെ ചൊല്ലി എടവിലങ്ങിൽ മാസങ്ങളായി തർക്കം നിലനിന്നിരുന്നു. മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് TM ഷാഫിയെ പ്രസിഡന്റാക്കണമെന്നായിരുന്നു ഒരു വിഭാഗത്തിൻ്റെ ആവശ്യം. KC വേണുഗോപാൽ ഗ്രൂപ്പിൻ്റെ പിന്തുണയും ഷാഫിക്കുണ്ട്. എന്നാൽ AI ഗ്രൂപ്പുകൾ ഇതിനെതിരായിരുന്നു. ഈ നിലപാടിൻ്റെ ഭാഗമായി കാലങ്ങളായി A ഗ്രൂപ്പിൻ്റെ പക്കലുണ്ടായിരുന്ന മണ്ഡലം പ്രസിഡന്റ് സ്ഥാനം I ഗ്രൂപ്പിന് വിട്ടു നൽകുകയാണ് EK സജീവനെ മണ്ഡലം പ്രസിഡന്റായി നിയമിച്ചത്. തർക്കത്തെ തുടർന്ന് നീട്ടിവെച്ചിരുന്ന പുതിയ മണ്ഡലം പ്രസിഡന്റിനെ പ്രഖ്യാപിക്കൽ ഇക്കഴിഞ്ഞ ദിവസമാണ് നടന്നത്. ഇതോടെ മറുവിഭാഗം പരസ്യ പ്രതിഷേധവുമായി രംഗത്തെത്തുകയായിരുന്നു. എടവിലങ്ങുകാര വ്യാപാര ഭവനിൽ ചേർന്ന സമാന്തര യോഗം പാർട്ടിയുടെ ഔദ്യോഗിക പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാനും
സമാന്തര പ്രവർത്തനവുമായി മുന്നോട്ട് പോകാനും തീരുമാനിച്ചു. സേവ് കോൺഗ്രസിൻ്റെ ചെയർമാനായി MG അനിൽകുമാറിനെയും കൺവീനറായി ബഷീർ കൊല്ലത്ത് വീട്ടിലിനെയും ട്രഷററായി നാസർ വലിയാറയെയും തെരഞ്ഞെടുത്തു. ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് റഷീദ് പോനാക്കുഴി യോഗം ഉദ്ഘാടനം ചെയ്തു. മുൻ മണ്ഡലം പ്രസിഡന്റ് MG അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് എക്സിക്യൂട്ടീവ് അംഗം ബഷീർ കൊല്ലത്ത് വീട്ടിൽ, സംസ്കാര സാഹിത്യ മണ്ഡലം പ്രസിഡന്റ് റഷീദ് പടിയത്ത്, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് TM ഷാഫി, ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി VM ബൈജു, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് KR റമീസ്, KSSPA ജില്ലാ കമ്മിറ്റി അംഗം മോഹൻ പോണത്ത്, മണ്ഡലം കോൺഗ്രസ് ജനറൽ സെക്രട്ടറി KK അമ്മുകുഞ്ഞി, മഹിളാ കോൺഗ്രസ് നേതാവ് ഷഹദാബി, യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി അംഗം നിബീഷ് കാരേക്കാട്ട്, പ്രവാസി കോൺഗ്രസ് നേതാവ് നാസർ വലിയാറ, ഓട്ടോ തൊഴിലാളി യൂണിയൻ INTUC എടവിലങ്ങ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് നൌഷാദ് പുല്ലാനി, ബൂത്ത് പ്രസിഡന്റുമാരായ ജാലിബ കരീം, CI ലത്തീഫ്, മീഡിയ സെൽ വിഭാഗം കൺവീനർ KK അഷ്റഫ്, മുഹമ്മദ് അയ്യാരിൽ തുടങ്ങിയവർ സംസാരിച്ചു. നിയുക്ത യൂത്ത് കോൺഗ്രസ് എടവിലങ്ങ് മണ്ഡലം പ്രസിഡന്റ് ജാബിർ ജലീലിന് യോഗത്തിൽ സ്വീകരണം നൽകി. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. ഇന്ന് മാളയുടെ പ്രിയപ്പെട്ട കലാകാരൻ മാള അരവിന്ദൻ്റെ സ്മരണ ദിനം. മാള അരവിന്ദൻ ഓർമ്മയായിട്ട് 9 വർഷങ്ങൾ പിന്നിടുമ്പോഴും മാള അരവിന്ദന് ഒരു സ്മാരകം വേണമെന്ന മാള അരവിന്ദൻ ഫൗണ്ടേഷൻ ആവശ്യം ഇനിയും നടപ്പായിട്ടില്ല. ഈ വർഷവും സ്മാരക നിർമ്മാണം ആവശ്യപ്പെട്ട് ഫൗണ്ടേഷൻ ഭാരവാഹികൾ നിവേദനം നൽകിയിട്ടുണ്ട്. പതിവ് തെറ്റിച്ചില്ല. ഈ വർഷവും അന്തരിച്ച പ്രശസ്ത നടൻ മാള അരവിന്ദന് സ്മാരകം നിർമ്മിക്കണമെന്ന് ആവശ്യപ്പെട്ട് മാള ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്ക് മാള അരവിന്ദൻ ഫൗണ്ടേഷൻ സെക്രട്ടറി ഷാൻഡി ജോസഫ് തട്ടകത്ത് വീണ്ടും നിവേദനം നൽകി. സ്മാരകം നിർമ്മിക്കുമെന്ന പ്രഖ്യാപനം ഉണ്ടായെങ്കിലും അദ്ദേഹത്തിൻ്റെ 9ാം ചരമവാർഷികത്തിലും സ്മാരക പ്രഖ്യാപനം മാത്രമായി ഒതുങ്ങിയതിനാലാണ് വീണ്ടും നിവേദനം നൽകിയത്. പഞ്ചായത്ത് ഭരണസമിതി തീരുമാനം കൊണ്ട് മാത്രം നടപ്പിലാക്കാവുന്ന മാള ഗ്രാമപഞ്ചായത്ത് ബസ് സ്റ്റാൻഡിന് മാള അരവിന്ദൻ്റെ പേര് നൽകണമെന്നും അതിനാവശ്യമായ പണം മാള അരവിന്ദൻ ഫൗണ്ടേഷൻ വഹിക്കാമെന്ന് കാണിച്ചുകൊണ്ടുള്ള നിവേദനം വീണ്ടും നൽകിയിരിക്കുന്നത്. കൂടാതെ അരവിന്ദൻ്റെ പേരിൽ നാടകോത്സവം നടത്താമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് സാംസ്കാരിക വകുപ്പ് മന്ത്രിക്ക് നിവേദനം നൽകിയെങ്കിലും നടപടിയുണ്ടായില്ല. വലിയ പറമ്പിൽ സ്മാരകം നിർമ്മിക്കുന്നതിന് നിർദ്ദേശം നടന്നെങ്കിലും തുടർ പ്രവർത്തനം ഉണ്ടായില്ല. ഫൗണ്ടേഷൻ ആവശ്യപ്പെട്ട മുസിരീസ് പൈതൃക പദ്ധതിയിൽ ഉൾപ്പെടുത്തി മാളക്കടവിൽ മാള അരവിന്ദന് ഉചിതമായി നിർമ്മിക്കണമെന്ന നിർദ്ദേശത്തിനും നടപടിയായിട്ടില്ല. 2018 അദ്ദേഹത്തിൻ്റെ പേരിൽ നാടകോത്സവം മാള ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിച്ചിരുന്നു. സ്മാരകത്തിനായി സ്ഥലം കണ്ടെത്താൻ കഴിയാത്തതാണ് വലിയ തടസ്സമായി അധികൃതർ പറയുന്നത്. എന്നാൽ മാള ബ്ലോക്ക് പഞ്ചായത്ത് അടുത്ത മാസം മാള അരവിന്ദനെ സ്മരിച്ചുകൊണ്ടുള്ള പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട്. മുമ്പ് നൽകിയ നിവേദനങ്ങൾക്ക് പഞ്ചായത്ത് ഒരു മറുപടി പോലും നൽകിയില്ലെന്നും ഷാൻഡി ജോസഫ് പറയുന്നു. ഈ വർഷവും മാള ഗ്രാമപഞ്ചായത്തിൽ ഒരു നിവേദനം നൽകിയിട്ടുണ്ട്. മാള ഗ്രാമപഞ്ചായത്തിൻ്റെ അധീനതയിലുള്ള മാള ഗ്രാമപഞ്ചായത്ത് ബസ് സ്റ്റാൻഡിനെങ്കിലും അദ്ദേഹത്തിൻ്റെ പേര് നൽകണം. ആ പേര് എഴുതുന്ന ചെലവുമെല്ലാം, ബോർഡ് വയ്ക്കുന്ന ചെലവെല്ലാം ഫൗണ്ടേഷൻ വഹിച്ചോളാം. പഞ്ചായത്തിന് യാതൊരു ബാധ്യതയും ഉണ്ടാകുന്നില്ല. ഒരു തീരുമാനം മാത്രം എടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ തവണ നിവേദനം നൽകിയിരിക്കുന്നത്. മീഡിയ ടൈം, മാള. ഇനി നാട്ടിൽ നടന്നത്. അങ്കമാലി പുളിയനത്ത് ഭാര്യയെ കൊലപ്പെടുത്തിയതിന് പിന്നാലെ ഒളിവിൽ പോയ ഭർത്താവ് പിടിയിൽ. പാറക്കടവ് പുളിയനം മില്ലുംപടി ഭാഗത്ത് ബാലൻ ആണ് അറസ്റ്റിലായത്. ഭാര്യ ലളിതയെ കഴുത്തിൽ പ്ലാസ്റ്റിക് കയർ മുറുക്കി കൊലപ്പെടുത്തിയ ശേഷം ഒളിവിൽ പോവുകയായിരുന്നു ഇയാൾ. ശനിയാഴ്ചയായിരുന്നു സംഭവം. വൈകിട്ട് ജോലി കഴിഞ്ഞെത്തിയ മകനാണ് ലളിതയെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. കഴുത്തിൽ കുരുക്കിയ പ്ലാസ്റ്റിക് കയർ സ്വീകരണ മുറിയിലെ സെറ്റിയിൽ കെട്ടിയ നിലയിലായിരുന്നു. മലദ്വാരത്തിൽ ഒളിപ്പിച്ചു കടത്താൻ ശ്രമിച്ച 44 ലക്ഷം രൂപയുടെ സ്വർണം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ കസ്റ്റംസ് പിടികൂടി. ജിദ്ദയിൽ നിന്നും കുവൈത്ത് വഴിയെത്തിയ മലപ്പുറം സ്വദേശി റിയാദാണ് 3 ഗുളികകളുടെ രൂപത്തിലാക്കി 848 ഗ്രാം സ്വർണം ഒളിപ്പിച്ച് കടത്തിയത്. ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ കൊമ്പൻ കണ്ണൻ ചെരിഞ്ഞു.
80 വയസ്സിനോട് അടുത്ത ആനയ്ക്ക് പ്രായമുണ്ടായിരുന്നു. വിവിധ രോഗങ്ങൾ മൂലം 3 മാസത്തോളമായി ആന ചികിത്സയിലായിരുന്നു. ഗുരുവായൂർ ക്ഷേത്ര ഉത്സവത്തിന്റെ ഭാഗമായി നടക്കുന്ന ആനയോട്ട മത്സരത്തിൽ 9 തവണ ജേതാവായിട്ടുണ്ട്. കണ്ണന്റെ വിയോഗത്തോടെ ഗുരുവായൂർ ദേവസ്വത്തിലെ ആനകളുടെ എണ്ണം 39 ചുരുങ്ങി. മാള സെന്റ് സെനിസ്ലാവോസ് ഫെറോന ദേവാലയത്തിൽ പരിശുദ്ധ കന്യക മറിയത്തിന്റെ വിവാഹ തിരുനാളും സെബാസ്റ്റ്യാനോസിന്റെ അമ്പ് തിരുനാളും ആഘോഷിച്ചു. തിരുനാൾ ദിനമായ ഇന്ന് രാവിലെ നടന്ന കുർബാനയ്ക്ക് ഫാദർ ഷാജി തെക്കേക്കര കാർമ്മികത്വം വഹിച്ചു. ഫാദർ ജോസ് കേളമ്പറമ്പിൽ തിരുനാൾ സന്ദേശം നൽകി. വൈകിട്ടോടെ തിരുനാൾ പ്രദക്ഷിണം നടന്നു. നിരവധി വിശ്വാസികൾ പ്രദക്ഷിണത്തിൽ പങ്കെടുത്തു. നാളെയാണ് ടൗൺ അമ്പ്. പൂപ്പത്തി യോഗക്ഷേമ ഉപസഭാ മന്ദിരത്തിന്റെ ഉദ്ഘാടനം യോഗക്ഷേമ സഭാ സംസ്ഥാന പ്രസിഡന്റ് അക്കീരമൺ കാളിദാസൻ ഭട്ടതിരിപ്പാട് നിർവഹിച്ചു. പൊയ്യ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡെയ്സി തോമസ് മുഖ്യാതിഥിയായി. ഉപസഭാ പ്രസിഡന്റ് KN വിഷ്ണു നമ്പൂതിരി അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടറി KD ദാമോദരൻ, മുൻ സംസ്ഥാന പ്രസിഡന്റ് TRV നമ്പൂതിരിപ്പാട്, യോഗക്ഷേമ സഭാ മധ്യമേഖലാ പ്രസിഡന്റ് TN മുരളീധരൻ, ഹരി പഴങ്ങാപ്പറമ്പ്, കാവനാട് കൃഷ്ണൻ, പാർവതിക്കുട്ടി, മഴമംഗലം രമേശൻ നമ്പൂതിരി എന്നിവർ പ്രസംഗിച്ചു. വാളൂർ നായർ സമാജം സ്കൂളിന്റെ പുതിയ കെട്ടിടം ഉദ്ഘാടനവും വാർഷികവും ബെന്നി ബെഹന്നാൻ MP നിർവഹിച്ചു. ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫ് അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ കാടുകുറ്റി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രിൻസി ഫ്രാൻസിസ് വിഷൻ 28 പ്രകാശനം നിർവഹിച്ചു. NSS താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് D ശങ്കരൻകുട്ടി, KB രാജാനന്ദ്, ചാരുഗോപാൽ അത്തേക്കാട്ടിൽ, ലീല സുബ്രഹ്മണ്യൻ, ബീന രവീന്ദ്രൻ, ശശി ചക്രമത്ത്, ദീപു N മംഗലം തുടങ്ങിയവർ സംസാരിച്ചു. കോണത്തുകുന്ന് പൈങ്ങോട് ശ്രീ ഘണ്ടാകർണ ക്ഷേത്രത്തിൽ നാരായണീയ പാരായണ സമർപ്പണം നടന്നു. ഐരാണിക്കുളം ജയശ്രീ ശിവരാമന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് നാരായണീയ പാരായണം സമർപ്പിച്ചത്. നിരവധി ഭക്തജനങ്ങൾ നാരായണീയ പാരായണത്തിൽ പങ്കാളികളായി. ആളൂർ സെന്റ് ജോസഫ് ഇടവക ദേവാലയത്തിൽ രക്തസാക്ഷിയായ വിശുദ്ധ സെബാസ്റ്റ്യാനോസിന്റെയും പരിശുദ്ധ കന്യകാ മറിയത്തിന്റെയും ഇടവക പാലകനായ വിശുദ്ധ യൗസേപ്പ് പിതാവിന്റെയും സംയുക്ത തിരുനാൾ ഭക്തിസാന്ദ്രമായി ആഘോഷിച്ചു. ശനിയാഴ്ച വൈകിട്ട് 7 മണി മുതൽ വിവിധ യൂണിറ്റുകളിൽ നിന്നുള്ള അമ്പുകൾ ദേവാലയത്തിലേക്ക് പ്രവേശിച്ചു. ഞായറാഴ്ച 10 മണിക്ക് നടന്ന ആഘോഷമായ ദിവ്യബലിക്ക് ഫാദർ ചാക്കോച്ചൻ കാട്ടുപറമ്പിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ ജിൽസൺ പയ്യപ്പള്ളി തിരുനാൾ സന്ദേശം നൽകി. ഉച്ചതിരിഞ്ഞ് ദിവ്യബലിക്ക് ശേഷം തിരുനാൾ പ്രദക്ഷിണവുമുണ്ടായി. നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ദേവസ്വം ചെയർമാൻ പ്രദീപ് മേനോന് യാത്രയപ്പ്. കഴിഞ്ഞ 6 വർഷക്കാലമായി പ്രദീപ് മേനോൻ ദേവസ്വം ചെയർമാനായി പ്രവർത്തിക്കുകയാണ്. ദേവസ്വത്തിൽ നിരവധി വികസന പ്രവർത്തനങ്ങൾക്ക് പങ്കുവഹിച്ച പ്രദീപ് മേനോന് JCIയുടെ നേതൃത്വത്തിൽ ഇരിങ്ങാലക്കുട പൗരാവലിയെ സംഘടിപ്പിച്ചുകൊണ്ട് യാത്രയപ്പ് സമ്മേളനം നടത്തി. ദേവസ്വം ഓഫീസ് അങ്കണത്തിൽ വെച്ച് ചേർന്ന സമ്മേളനത്തിൽ ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ, ഇമാം, RDO, നഗരസഭാ ചെയർപേഴ്സൺ തുടങ്ങിയവർ പങ്കെടുത്തു. കേന്ദ്രത്തിലെ ഫാസിസ്റ്റ് ഭരണകൂടം BJP വിരുദ്ധ സംസ്ഥാന സർക്കാരുകളെ തകർക്കാൻ ബോധപൂർവമായ പരിശ്രമങ്ങൾ നടത്തുകയാണെന്ന് മന്ത്രി K രാജൻ പറഞ്ഞു. തങ്ങൾക്കെതിരായ രാഷ്ട്രീയ പാർട്ടികളുടെ ജനപ്രതിനിധികളെ പണം കൊടുത്ത് വിലക്കെടുക്കാനും സർക്കാർ ഏജൻസികളെ ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്താനും കള്ളക്കേസുകൾ എടുക്കാനും നിരന്തരമായ ഗൂഢശ്രമങ്ങൾ നടത്തുന്നതായും അദ്ദേഹം പറഞ്ഞു. സർദാർ ഗോപാലകൃഷ്ണന്റെ 73ാമത് രക്തസാക്ഷി വാർഷിക ദിനാചരണം SM പുരത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. CS സതീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. JC തോമസ് മുഖ്യപ്രഭാഷണം നടത്തി. ET ടേസൻ MLA, PK ചന്ദ്രശേഖരൻ, TK സുധീഷ്, KV രാജേഷ്, KR ജൈത്രൻ, TP രഘുനാഥ് എന്നിവർ പ്രസംഗിച്ചു. കൊടുങ്ങല്ലൂർ DYSP ഓഫീസിന്റെ ISO സർട്ടിഫിക്കറ്റ് പ്രഖ്യാപനവും കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷനിലെ ഫിറ്റ്നസ് സെന്ററിന്റെ ഉദ്ഘാടനവും നടന്നു. കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷനിൽ നടന്ന ചടങ്ങ് VR സുനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. DYSP സലീഷ് N ശങ്കരൻ അധ്യക്ഷത വഹിച്ചു. ISO ലീഡ് ഓഡിറ്റർ ലിബിൻ ബേബി വിഷയാവതരണം നടത്തി. സർക്കിൾ ഇൻസ്പെക്ടർ ER ബൈജു, TK ഷൈജു എന്നിവർ സംസാരിച്ചു. കയ്പമംഗലം ദേവമംഗലം ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായി കാവടി ആഘോഷം നടത്തി. 3 പീടിക ബൈജു ചന്ദ്രൻ നെല്ലിക്കത്തറയുടെ വസതിയിൽ നിന്ന് വിവിധ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ആരംഭിച്ച കാവടിയാട്ടം ക്ഷേത്രസന്നിധിയിൽ സമാപിച്ചു. ഇന്ന് രാത്രി ഭസ്മക്കാവടിയും നാളെ പകൽപൂരവും രാത്രിപൂരവും ഉണ്ടായിരിക്കും. ക്ഷേത്രം തന്ത്രി ചെമ്മാലിൻ ബിജു നാരായണൻകുട്ടി ശാന്തി, ക്ഷേത്രം മേൽശാന്തി അഖിലേഷ് എന്നിവർ ഉത്സവ ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു.
ഇപ്റ്റ സ്നേഹ സന്ദേശ യാത്രക്ക് ഐക്യദാർഢ്യം അറിയിച്ചുകൊണ്ട് കൊടുങ്ങല്ലൂർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഫാസിസ്റ്റ് വിരുദ്ധ സാംസ്കാരിക സദസ്സ് സംഘടിപ്പിച്ചു. കൊടുങ്ങല്ലൂർ വടക്കേ നടയിൽ നടന്ന പരിപാടി ഇപ്റ്റ സംസ്ഥാന സെക്രട്ടറി AP അഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. കൊടുങ്ങല്ലൂർ മുനിസിപ്പൽ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് VS ദിനൽ അധ്യക്ഷത വഹിച്ചു. CPI കൊടുങ്ങല്ലൂർ മണ്ഡലം സെക്രട്ടറി CC വിപിൻ ചന്ദ്രൻ, ഇപ്റ്റ ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് PR കൃഷ്ണകുമാർ, ജില്ലാ ജോയിന്റ് സെക്രട്ടറി BG വിഷ്ണു, നൌഷാദ് പടന്ന തുടങ്ങിയവർ സംസാരിച്ചു. ഫെബ്രുവരി 4 തൃശൂർ തേക്കിൻകാട് മൈതാനിയിൽ വെച്ച് നടക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അഖിലേന്ത്യാ അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ പങ്കെടുക്കുന്ന മഹാജനസഭ വിജയിപ്പിക്കുന്നതിന് എറിയാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മണ്ഡലം കൺവെൻഷൻ നടന്നു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് PA മുഹമ്മദ് സഗീർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി TM നാസർ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PB മൊയ്തു, UDF നിയോജക മണ്ഡലം കൺവീനർ PS മുജീബ് റഹ്മാൻ, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സലീം കൈപ്പമംഗലം, പെൻഷനേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം TM കുഞ്ഞുമൊയ്തീൻ, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികൾ, യൂത്ത് കോൺഗ്രസ് നേതാക്കൾ തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ബിലീവേഴ്സ് ചർച്ച്, വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. പാലപ്പിള്ളി പിള്ളത്തോട് പാലത്തിനു സമീപം റോഡിലിറങ്ങിയ കാട്ടാനക്കൂട്ടം യാത്രക്കാർക്ക് നേരെ പാഞ്ഞെടുത്തു. ആളുകൾ ഓടി മാറിയതുമൂലം വൻ ദുരന്തം ഒഴിവായി. റോഡിൽ അമ്പ് പ്രദക്ഷിണത്തിനിടെ പൊട്ടിച്ച പടക്കം തെറിച്ച് വീണ ബൈക്കിന് തീപിടിച്ച യുവാവിന് പൊള്ളലേറ്റു. ചാലക്കുടി പരിയാരം സ്വദേശി ശ്രീകാന്തിനാണ് പൊള്ളലേറ്റത്. എടവിലങ്ങിൽ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് നിയമനത്തെ ചൊല്ലി പൊട്ടിത്തെറി. സേവ് കോൺഗ്രസ് എന്ന പേരിൽ സമാന്തര പ്രവർത്തനവുമായി ഒരു വിഭാഗം പ്രവർത്തകർ രംഗത്ത്. ന്യൂസ് റൗണ്ടപ്പ് പൂർണ്ണമാകുന്നു. നമസ്കാരം.